വിശദമായ ന്യൂസ് മിക്സ് വാർത്തകളിലേക്ക്. ലാവ്ലിൻ കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടിയേറ്റു. കോടതിയെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് ജസ്റ്റിസ് പി ഉബൈദ് മുന്നറിയിപ്പ് നൽകി. ലാവ്ലിൻ കേസിൽ സർക്കാരിന് എന്താണ് ഇത്ര തിടുക്കമെന്ന് ചോദിച്ച കോടതി കേസ് പരിഗണിക്കുന്നത് 2 മാസത്തേക്ക് നീട്ടിവെച്ചു. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന സർക്കാരിൻ്റെ ആവശ്യമാണ് കോടതിയുടെ വിമർശനത്തിന് കാരണമായത്. സർക്കാരിൻ്റെ ആവശ്യം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേസിലെ എതിർകക്ഷികളുടെ അഭിഭാഷകർ കോടതിയെ ബോധിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള നീക്കമാണിത്. ഇതിനെ തുടർന്നാണ് സർക്കാർ നിലപാടിനെ ജസ്റ്റിസ് പി ഉബൈദ് നിശിതമായി വിമർശിച്ചത്. ഈ കേസിൽ സർക്കാരിന് എന്താണ് ഇത്ര തിടുക്കമെന്ന് കോടതി ചോദിച്ചു. രാഷ്ട്രീയ കാര്യങ്ങൾക്കായി കോടതിയെ ഉപയോഗിക്കരുതെന്ന് ജസ്റ്റിസ് പി ഉബൈദ് താക്കീത് നൽകി. അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഈ കേസിലില്ല. മറ്റു കേസുകളെ അപേക്ഷിച്ച് കൂടുതൽ പരിഗണന നൽകേണ്ട ഒന്നും ഇതിലില്ല. 2000 മുതലുള്ള നിരവധി കേസുകൾ കോടതിയുടെ പരിഗണനയ്ക്കായി കാത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലാവ്ലിൻ കേസ് അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കേസ് 2 മാസത്തേക്ക് നീട്ടിവെച്ചു. മാർച്ച് 17 കേസ് പരിഗണിക്കണമെന്ന CBI അഭിഭാഷകന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ലാവ്ലിൻ കേസ് സജീവമായി നിലനിർത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമമാണ് ഇതോടെ പൊളിഞ്ഞത്. ഏതായാലും സർക്കാരിനേറ്റ തിരിച്ചടി കൂടിയായി കോടതി വിധി. ഹൈക്കോടതിയിൽ നിന്നും നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. ഫേസ്ബുക്ക്, ട്വിറ്റർ സിഇഒമാർക്ക് ഭീകരസംഘടനയായ ISന്റെ ഭീഷണി. IS അനുകൂല അക്കൗണ്ടുകൾ തടയാനുള്ള ഫേസ്ബുക്കിൻ്റെയും ട്വിറ്ററിൻ്റെയും നീക്കങ്ങൾക്കെതിരെയാണ് ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഭീകര സംഘടനകൾ സോഷ്യൽ മീഡിയകളെ അവരുടെ ആശയങ്ങൾ കൈമാറാനുള്ള മാധ്യമമാക്കിയതോടെ തുടങ്ങുകയായി പ്രശ്നങ്ങൾ. ഭീകരതയും കൊടും ക്രൂരതയും മാത്രമായി പിന്നീട് നവമാധ്യമങ്ങളിൽ മനുഷ്യ മനസ്സിനെ കുത്തിനോവിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു. ഇതോടെയാണ് IS അനുകൂല അക്കൗണ്ടുകൾ തടയാൻ ഫേസ്ബുക്കും ട്വിറ്ററും ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകൾ ശ്രമം ആരംഭിക്കുന്നത്. ഇതിനെതിരെയാണ് ഭീഷണിയുമായി IS രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരം നീക്കങ്ങൾക്ക് തുനിഞ്ഞാൽ ഫേസ്ബുക്ക് മേധാവി മാർക്ക് സക്കർബർഗിന്റെയും ട്വിറ്റർ മേധാവി ജാക്ക് ഡോർസിയുടെയും ശിരസ് വെടിയുണ്ടകളാൽ തുളയ്ക്കുമെന്നാണ് സന്ദേശം. അത് സൂചിപ്പിച്ച് 2 പേരുടെയും തലയിൽ വെടിയുണ്ടകൾ തറച്ചിരിക്കുന്ന ചിത്രവും ചിത്രീകരിച്ചിട്ടുണ്ട്. ഖലീഫയുടെ പുത്രസൈന്യം എന്ന പേരിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫേസ്ബുക്കിന്റെയും ട്വിറ്ററിന്റെയും സ്ഥാപകർ തങ്ങളുടെ കൂടെ ഇല്ല എന്നെഴുതിയ ബാനറും വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. തങ്ങൾക്ക് ഫേസ്ബുക്കിൽ 10,000 അക്കൗണ്ടുകളും 150 ഗ്രൂപ്പുകളും 5000 ട്വിറ്റർ അക്കൗണ്ടുകളും ഉണ്ടെന്നും വീഡിയോ അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. സാംസങ് ഫോണിൻ്റെ പുതിയ 2 മോഡലുകൾ വിപണിയിലേക്ക്. ഗാലക്സി S7, S7 എഡ്ജ് എന്നീ മോഡലുകളാണ് വിപണി പിടിച്ചുകുലുക്കാൻ എത്തുന്നത്. 32 GB, 64 GB ഇന്റേണൽ സ്റ്റോറേജാണ് വലിയൊരു പ്രത്യേകത. മാർച്ച് മധ്യത്തോടെ ഫോണുകൾ വിപണിയിലെത്തും. മുൻപിറങ്ങിയ S6 സീരീസ് ഫോണുകളേക്കാൾ കൂടുതൽ കരുത്തിലാണ് S7 സീരീസ് എത്തുന്നത്. കൂടുതൽ ഷാർപ്പായ ലോകമാണ് S7 സീരീസ് ഫോണുകൾ പുറത്തിറക്കുന്നതിലൂടെ തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് സാംസങ് അറിയിച്ചു. സീരീസിലെ S7, S7 എഡ്ജ് എന്നീ 2 മോഡലുകൾക്കും ഒരേ ഹാർഡ്വെയറാണ് ഉപയോഗിക്കുന്നത്. 5.1 ഇഞ്ച് ഡിസ്പ്ലേയാണ് S7 മോഡലിന്. എന്നാൽ S7 എഡ്ജ് പക്ഷേ അല്പം കൂടി വലിയ ഫോണാണ്. 5.5 ഇഞ്ചാണ് എഡ്ജ് മോഡലിൻ്റെ സ്ക്രീൻ. ക്വാഡ് HD AMOLED ഡിസ്പ്ലേയാണ് ഫോണിന് ദൃശ്യചാരുത പകരുന്നത്. ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് OS ആയ മാർഷ്മാലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫോണുകളിൽ പ്രവർത്തിക്കുന്നത്. 2 വേരിയൻറ്റുകളിൽ ഫോണുകൾ ലഭ്യമാകും. 32 GB, 64 GB ഇന്റേണൽ സ്റ്റോറേജ് വേരിയൻറ്റുകളിലാണ് S7 സീരീസ് ഇറങ്ങുന്നത്. ഒപ്പം മറ്റൊരു സവിശേഷത SD കാർഡ് സ്ലോട്ടുകൾ മടക്കിക്കൊണ്ടുവരുന്നു എന്നതാണ്. 200 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന SD കാർഡ് സ്ലോട്ടാണ് ഫോണുകൾക്ക്. 2.3 GHz പ്ലസ് 1.6 GHz ക്വാഡ് കോർ 64-bit Exynos 8890 ഒക്ടാകോർ പ്രോസസ്സറാണ് ഫോണിന് കരുത്തു പകരുന്നത്. ഇതേ ഹെഡ്സിൽ 64-bit ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 820 എന്ന മറ്റൊരു പ്രോസസ്സർ ഓപ്ഷനിലും ഫോൺ ലഭ്യമാകും. ഫോൺ ചൂടാകുന്നതിനെ പ്രതിരോധിക്കാൻ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും ഫോണിൽ ഉപയോഗിക്കുന്നു. റാം അല്പം കൂടി ശേഷി കൂടിയതാണ്. 4 GB LPDR4 റാമാണ് ഫോണിലുള്ളത്. 12 മെഗാപിക്സൽ പിൻ ക്യാമറയാണ് ഫോണിന്. സ്മാർട്ട് OISഉം പിൻ ക്യാമറയുടെ സവിശേഷതയാണ്. സെൽഫി ഷൂട്ടുകൾക്കായി 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയുമുണ്ട്. 4G സപ്പോർട്ട് ചെയ്യുന്നവയാണ് 2 ഫോണുകളും. മാർച്ച് മധ്യത്തോടെ ഫോണുകൾ വിപണിയിലെത്തും. വെബ് ഡെസ്ക്.
ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ടാൽക്കം പൗഡർ രോഗം പരത്തുന്നതായി റിപ്പോർട്ട്. പൗഡർ അണ്ടാശയത്തിലെ ക്യാൻസറിന് കാരണമായെന്ന കേസിൽ അമേരിക്കൻ സ്വദേശി ജാക്കി ഫോക്സ് എന്ന 62-കാരിയുടെ കുടുംബത്തിന് 493 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ടാൽക്കം പൗഡർ ക്യാൻസറിന് കാരണമായെന്ന പരാതിയിൽ നിർമ്മാതാക്കളായ ജോൺസൺ ആൻഡ് ജോൺസണ് 493 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി. അണ്ടാശയത്തിലെ ക്യാൻസർ മൂലം കഴിഞ്ഞ വർഷം മരണമടഞ്ഞ അലബാമ സ്വദേശി ജാക്കി ഫോക്സ് എന്ന 62-കാരിയുടെ കുടുംബത്തിനാണ് നഷ്ടപരിഹാരം നൽകാൻ ജോൺസൺ ആൻഡ് ജോൺസണിനോട് കോടതി നിർദ്ദേശിച്ചത്. പൗഡർ ആരോഗ്യത്തിനുയർത്തുന്ന ഭീഷണി ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്തുന്നതിൽ കമ്പനിക്ക് വീഴ്ച പറ്റിയതായി ബന്ധുക്കൾ വാദിച്ചു. അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്നും വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും ജോൺസൺ ആൻഡ് ജോൺസൺ വ്യക്തമാക്കി. 2003 നടത്തിയ പഠനത്തിൽ അണ്ടാശയ ക്യാൻസറിന് ടാൽക്കം പൗഡർ കാരണമാകുന്നതായി കണ്ടെത്തിയിരുന്നു. 2013 പഠനത്തിലും ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. അതേസമയം ടാൽക്കം പൗഡർ ക്യാൻസറിന് കാരണമാകുന്നില്ലെന്നാണ് കമ്പനി വാദിക്കുന്നത്. തങ്ങൾക്ക് ഉപഭോക്താക്കളുടെ ആരോഗ്യം തന്നെയാണ് പ്രധാന കാര്യമെന്നും കോടതി വിധി നിരാശപ്പെടുത്തുന്നതാണെന്നും ജോൺസൺ ആൻഡ് ജോൺസൺ വക്താവ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള കായിക താരമായി റയൽ മാഡ്രിഡിൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും ക്രിസ്ത്യാനോയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം 20 കോടി കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളിലൂടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ കായിക താരമാണ് ക്രിസ്ത്യാനോ. സോഷ്യൽ മീഡിയകളിലൂടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ കായിക താരമാണ് ക്രിസ്ത്യാനോ. സോഷ്യൽ മീഡിയ കണക്ക് വിവരങ്ങൾ ശേഖരിക്കുന്ന ഹുക്കിറ്റ്.com ആണ് ക്രിസ്ത്യാനോയുടെ ഫോളോവേഴ്സ് 200 ദശലക്ഷം പിന്നിട്ടതായി കണ്ടെത്തിയത്. ഫേസ്ബുക്കിൽ 109.7 ദശലക്ഷം പേരാണ് ക്രിസ്റ്റിയുടെ ഫോളോവേഴ്സ്. ട്വിറ്ററിൽ 40.7 ദശലക്ഷവും ഇൻസ്റ്റഗ്രാമിൽ 49.6 ദശലക്ഷവുമാണ് ഫോളോവേഴ്സിന്റെ കണക്കുകൾ. ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രധാന എതിരാളിയായ ലയണൽ മെസ്സിക്ക് സോഷ്യൽ മീഡിയയിൽ 120.8 ദശലക്ഷം ഫോളോവേഴ്സാണുള്ളത്. അതായത് 12 കോടി. മെസ്സിയാകട്ടെ ഇതുവരെ ട്വിറ്റർ അക്കൗണ്ട് തുറന്നിട്ടുമില്ല. ബാസ്കറ്റ്ബോൾ താരങ്ങളായ ലീബ്രോൺ ജെയിംസ്, മൈക്കൽ ജോർദാൻ, കോബ് ബ്രിയാന്റ്, കെവിൻ ഡ്യൂറാന്റ്, സ്റ്റെഫി ക്യൂരി എന്നിവരുടെ സംയുക്ത അക്കൗണ്ടിനെയാണ് ക്രിസ്ത്യാനോ മറികടന്നത്. ഇവരുടെ ക്യാമ്പയിൻ ഫോളോവേഴ്സിന്റെ എണ്ണം 187 ദശലക്ഷം അഥവാ 18.7 കോടിയാണ്. കഴിഞ്ഞ വർഷം 41.8 ദശലക്ഷം പേരാണ് പുതുതായി ക്രിസ്ത്യാനോയെ ഫോളോ ചെയ്തത്. ന്യൂസ് ഡെസ്ക്.